വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉള്ള കറികൾ വെച്ചിട്ടുള്ളൊരു പൊതിച്ചോറ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് വെച്ചു. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ എണ്ണയിലിട്ട് വേവിക്കാനായിട്ട് അടച്ച് വയ്ക്കാനായിട്ട് പോവാട്ടോ. ചോറ് ഇപ്പുറത്ത് കിടന്ന് തിളയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും സൈഡിലായിട്ട് ഇങ്ങനെ കുഞ്ഞതായിട്ട് ചോറ് തിളയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും പൊതിച്ചോറ് കെട്ടാൻ ചമ്മന്തിയും മെഴുക്ക് പുരട്ടിയും അച്ചാറും മുട്ട പൊരിച്ചതും ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വാഴയില നിൽപ്പുണ്ട്, അപ്പോൾ ഇന്ന് അടിപൊളി 2 പൊതിച്ചോറങ്ങ് കെട്ടാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി കേട്ടോ പൊതിച്ചോറൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് ചേട്ടായിക്കും എനിക്കും മാത്രമേ പൊതിച്ചോറ് എടുക്കുന്നുള്ളൂ കേട്ടോ. നീലൂട്ടനില്ല, നീലൂട്ടൻ അംഗൻവാടി പോയി, ഇല്ലെങ്കിൽ അവനും കൂടി എടുത്തേനെ. അപ്പോൾ ഇനി ചമ്മന്തി അരയ്ക്കാം. ചമ്മന്തിക്കായിട്ട് ഞാനിവിടെ തേങ്ങയും സവാളയും ഇഞ്ചിയും പുളിയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇല്ലായിരുന്നു കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തേക്കുന്നത്. ചെറിയ ഉള്ളിയല്ലേ സാധാരണ ചമ്മന്തിക്ക് അരയ്ക്കുന്നത്. അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചിയും സവാളയും പച്ചമുളകും പുളിയും കൂടി ചേർത്തിട്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മുളക് പൊടി, കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതിൻ്റെ മുകളിൽ ബാക്കി തേങ്ങ ഇട്ട് കേട്ടോ. ഇല്ലെങ്കിൽ മുളക് പൊടി എല്ലാം കൂടെ അടപ്പിൽ പറ്റിപ്പിടിച്ചിരിക്കത്തേ ഉള്ളൂ, ചമ്മന്തിയിൽ മിക്സ് ആവത്തില്ല. അപ്പോൾ ഇത് ഞാൻ ഇനി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ചമ്മന്തിയും കൂടി ആയിക്കഴിഞ്ഞാൽ ഇനി മുട്ട പൊരിക്കാനുള്ള പരിപാടിയിലോട്ട് പോവാം കേട്ടോ. ചമ്മന്തി ഉപ്പ് ഒക്കെ കറക്റ്റാണെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് ഉപ്പൊന്നും ഇടാൻ അറിയത്തില്ല കേട്ടോ. ഞാൻ അരച്ചിട്ടാന്നേലും എന്തോ ആന്നേലും കുറച്ചിട്ടിട്ട് നോക്കും കറക്റ്റാണോ അല്ലയോ എന്ന്. ചില സമയത്ത് എനിക്ക് കൂടിപ്പോകാറൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പം കുറച്ച് ഇട്ടിട്ടേ നോക്കത്തുള്ളൂ, അബദ്ധങ്ങൾ പറ്റാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് മുട്ട പൊരിക്കാനായിട്ട് പോകട്ടോ. കറക്റ്റ് 2 മുട്ട ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ മുട്ടയും കൂടി എടുത്ത് പൊരിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ സവാളയും, അതിനും ഞാൻ സവാളയാണ് എടുക്കുന്നത് കേട്ടോ. ചെറിയ ഉള്ളി ഇല്ല, ഞാൻ പറഞ്ഞല്ലോ. സവാളയും പച്ചമുളകും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. സവാളയും പച്ചമുളകും ഒക്കെ ചേട്ടായിക്ക് പൊരിക്കുന്ന മുട്ടയിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി മുട്ടയും കൂടെ പൊരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊതിച്ചോറിൻ്റെ കറികളെല്ലാം റെഡിയാവും. അച്ചാർ ഓൾറെഡി ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അത് ചേട്ടായിയുടെ അമ്മ മാങ്ങ അച്ചാറിട്ടപ്പം നമുക്കും കൂടി കുറച്ച് തന്നു കേട്ടോ. അപ്പോൾ ഇനി മുട്ട പൊരിക്കാം. ഇത് ചേട്ടായിക്കുള്ള മുട്ട കേട്ടോ പൊരിക്കുന്നത്. ഞാൻ അപ്പച്ചട്ടിയിലാണ് മുട്ട പൊരിക്കുന്നത്, എളുപ്പം ഒഴിക്ക് വേണ്ടിയതാണ്. അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വീർപ്പിച്ചൊക്കെ എടുക്കാമല്ലോ, മുട്ടയപ്പം പോലെയൊക്കെ എടുക്കാമല്ലോ. എന്തായാലും ചേട്ടായിയുടെ മുട്ട പൊരിച്ചപ്പോഴുണ്ടല്ലോ തിരിച്ചിട്ടിപ്പോൾ കറക്റ്റായി. എൻ്റെ മുട്ട പൊരിക്കുമ്പം ഫ്ലോപ്പായി പോകുന്നുണ്ട് കേട്ടോ. കണ്ട ഫ്ലോപ്പായി. പിന്നെ കുഴപ്പമില്ല, എനിക്കല്ലേ. ഞാനിതിൽ പച്ചമുളകും ഉള്ളിയും സവാളയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട മെയിൻ സാധനമാണ് വാഴയില. അപ്പോൾ വാഴയില വെട്ടാനായിട്ട് പോവാട്ടോ. അപ്പോൾ ഉള്ള വാഴയില 2 വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് വാട്ടിയെടുക്കാം. വാട്ടിയില്ലെങ്കിൽ നമ്മൾ പൊതി കെട്ടുന്ന സമയത്ത് ഇല പൊട്ടി പോവാനും കീറിപ്പോവാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തെന്നറിയോ, 2 വാഴയിലയും കൂടി ഒന്ന് നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. വാട്ടിയെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പൊതി കെട്ടാൻ എളുപ്പമായിരിക്കും. ആ വാട്ടിയ ഇലയുടെ ആ ഒരു സ്മെല്ലൊക്കെ നല്ല അടിപൊളി സ്മെല്ലാട്ടോ. ചോറങ്ങോട്ട് പൊതിയുമ്പോഴുള്ള മണമല്ല, പൊതിഞ്ഞ് വെച്ച് ഒരു കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് നമ്മളത് തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി മണമാണേ. അപ്പോൾ ഇനി പൊതിച്ചോറ് കെട്ടാം. ചോറിടാം. ഞാൻ ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ അച്ഛനും മോനും കൂടെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടോ. പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല, ഒരു അനുസരണയില്ല 2 പേർക്കും. ഞാൻ അതുകൊണ്ട് സൗണ്ട് കേൾക്കുമ്പോൾ നിർത്തും, പിന്നെയും തുടങ്ങും, പിന്നെയും സൗണ്ട് ഉണ്ടാക്കും, അങ്ങനെ. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റെഡി ആവുന്നുണ്ട്. നമുക്ക് അതിലോട്ട് പോവാം. മുട്ട വെച്ചു, നമ്മുടെ ചമ്മന്തി ഒരു ഉണ്ട വെച്ചു, പിന്നെ നമ്മുടെ മെഴുക്ക് പുരട്ടി നല്ല കളർഫുള്ളായില്ലേ. പിന്നെ നമ്മുടെ അച്ചാറും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ നമ്മുടെ സിമ്പിളായിട്ടുള്ള പൊതിച്ചോറാണ് കേട്ടോ. അല്ല അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയാൻ പറ്റില്ല, പക്ഷേ ടേസ്റ്റ് മാരകമാണ്, അടിപൊളിയാണ്.
ഇനി ഇതൊന്ന് പൊതിയാം. ഇതാ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സുന്ദര കുട്ടനായിട്ട് സുന്ദര കുട്ടിയായിട്ട് ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മെല്ലെ, ഇലയൊന്നും പൊട്ടാതെ, ഇല പൊട്ടൂല, നമ്മൾ വാട്ടിയിട്ടുണ്ട്, എന്നാലും ഓവറായിട്ട് ബലം കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അപ്പോൾ പൊട്ടാതെ ഇലയിൽ പൊതിഞ്ഞിട്ട് പേപ്പറിൽ പൊതിഞ്ഞിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി എൻ്റെ പൊതിച്ചോറ് പൊതിയണം. ഇത് ചേട്ടായിയുടെ പൊതിച്ചോറാണ് കേട്ടോ. ചേട്ടായി ഇത് കഴിക്കുന്നത് എപ്പോഴാണ് വരുന്നതെന്നൊന്നും അറിയത്തില്ല, വന്ന ഉടനെ കഴിച്ചോളും. വിശന്നായിരിക്കും വരുന്നത്, അപ്പോൾ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് അല്ലേ പൊതിച്ചോറെന്ന് പറയുമ്പോൾ. വല്ലപ്പോഴും ഒരിക്കലൊക്കെ കഴിക്കുമ്പോൾ ഒരു അപാര ടേസ്റ്റാണ് അത്. അപ്പോൾ ഇനി അടുത്തത് എൻ്റെ പൊതിച്ചോറാണ് കേട്ടോ. ചോറിട്ടു, മുട്ട വെച്ചു, ചമ്മന്തി വെച്ചു, മെഴുക്ക് വരട്ടിയും അച്ചാറും വെച്ചു. എൻ്റെ മുട്ടയിൽ സവാളയൊന്നുമില്ല കേട്ടോ, സവാളയില്ല, ഒന്നുമില്ല, ഉപ്പും മുട്ട മാത്രം. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കാൻ പോകാം കേട്ടോ. ഒരു 3 മണി ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ ചേട്ടായിയെ വിളിച്ചു ചോദിച്ചു, അപ്പോൾ വരുമോയെന്ന് ചോദിച്ചപ്പോൾ ചേട്ടായി ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കഴിക്കാമെന്ന്. അപ്പം ഞാൻ ദാ പൊതി തുറക്കാൻ പോകട്ടോ. തുറക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അടിപൊളി ടേസ്റ്റ് കേട്ടോ. എല്ലാം കൂടെ ഇങ്ങനെ മിക്സായിട്ട് ഇരിക്കുന്ന ഞാൻ ഓരോന്നും ഇങ്ങനെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ കഴിക്കാൻ പോവാം. എൻ്റെ ഇല ഇത്തിരി പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് വീഡിയോ ഇവിടെ റെഡിയായി. ഞാൻ കഴിക്കാൻ പോവാം. അപ്പോൾ ഇനി ഞാൻ പൊതിച്ചോറൊക്കെ കഴിച്ചിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ പൊതിച്ചോറ് ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത കാണാം.